വെൽക്കം ബാക്ക് ടു ഐ സ്പൈസി ഡിലൈറ്റ്സ്. ഇന്നൊരു ചക്കപ്പുഴുക്കിൻ്റെ റെസിപ്പി ആയാലോ. നിങ്ങളിപ്പോൾ വിചാരിക്കും ചക്കപ്പുഴുക്കല്ലോ ഇതൊക്കെ അറിയുന്നല്ലേ എന്നിട്ട് സ്കിപ്പ് ചെയ്ത് പോകുന്നു വേണ്ട. ഈ ചക്കപ്പുഴുക്ക് ഒരു പ്രത്യേക രീതിയിലാണ്, പിന്നെ ഇത് ഉണക്കച്ചക്കയും കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ചക്കപ്പുഴുക്ക് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉണക്കച്ചക്കയാണ് കേട്ടോ. ഈ ഉണക്കച്ചക്ക എങ്ങനെ തയ്യാറാക്കിയതെന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം. വെള്ളം നന്നായിട്ട് വെട്ടി തിളപ്പിക്കണം. ആ സമയത്താണ് നമ്മുടെ പച്ചച്ചക്ക അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഒരു 2-3 മിനിറ്റ് മതി കേട്ടോ, കാരണം അത് വാടിയാൽ മതി, വേവേണ്ട ആവശ്യമില്ല. അപ്പോൾ വാടിയതിന് ശേഷം 2-3 മിനിറ്റിന് ശേഷം ഇത് വെയിലത്തിട്ട് ഉണക്കിയെടുക്കുക. ഒരു 3-4 ദിവസത്തിനുള്ളിൽ ഇത് ഉണങ്ങി കിട്ടും കേട്ടോ. ചക്കപ്പുഴുക്ക് തയ്യാറാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള ഉണക്കച്ചക്കയിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് ഒരു 20 മിനിറ്റ് ഒന്ന് ഇരുന്ന് സോഫ്റ്റ് ആവണം. സോഫ്റ്റ് ആയതിന് ശേഷമാണ് നമുക്ക് ബാക്കി പരിപാടി. ഇരുപത് മിനിറ്റിന് ശേഷം നമ്മുടെ ചക്കയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതേ കണ്ടില്ലേ. ഇനി നമുക്ക് ചക്ക വേവിക്കാൻ വെക്കണം. അതിന് വേണ്ടി കുക്കറിലേക്ക് ചക്ക ഇട്ട് കൊടുക്കാം. പിന്നെ നല്ല ഫ്രഷ് ചക്കക്കുരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചിട്ട് കൊണ്ടുവരാം. ഇനി ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പച്ചമുളകല്ല ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളകിന് പകരം നല്ല കാന്താരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല കാന്താരി മുളക് ഉണക്കി പൊടിച്ചതാണ് കേട്ടോ, അതാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള ചക്ക ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അരപ്പ് ചേർക്കാനുണ്ട്. ഒരു പിടി തേങ്ങ, ഒരു 1/4 ടീസ്പൂൺ ജീരകവും 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി ഒന്ന് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്താണ്. അതും കൂടി ഇതിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ്, അതുകൊണ്ടാണ് പിന്നെ ഉപ്പ് ചേർക്കാണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഉണക്കച്ചക്കയാണെന്ന് എഴുതിയിട്ട് ചക്കയുടെ ടേസ്റ്റ് ഇല്ലയെന്നൊന്നും നിങ്ങൾ കരുതണ്ട. കറക്റ്റ് നമ്മുടെ പച്ചച്ചക്കയുടെ പുഴുക്ക് കഴിക്കുന്ന ആ ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. ചക്കയുടെ സീസൺ അല്ലാത്ത സമയത്ത് നമുക്ക് ചക്കപ്പുഴുക്ക് കഴിക്കാനുള്ള പൂതിയൊക്കെ വരുമ്പോൾ ഇതുപോലെ ഉണക്കച്ചക്ക ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ പുഴുക്കൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങ് നല്ല ചിക്കൻ കറിയുടെ കൂടെയൊക്കെ കൂട്ടി ഒരു പിടി അങ്ങോട്ട് പിടിക്കാം അല്ലേ. ഉണക്കച്ചക്കയാണ്, വലിയ ടേസ്റ്റൊന്നും ഇല്ലയെന്നൊന്നും നിങ്ങൾ കരുതണ്ട, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ മാക്സിമം ഷെയർ ചെയ്തും കൂടി കൊടുക്കണേ. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കും കമൻസിലൂടെ അറിയിക്കണം കേട്ടോ. ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കൂടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ച് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതാണ് കേട്ടോ. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.